ഞാൻ ക്വാറന്റൈനിലാ. എന്നിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവരെ ഒരു അകലം പാലിച്ചിരുന്നു കൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യണം. ഞാൻ അവരോട് പറഞ്ഞതാണ് പോവാൻ, ഞാൻ ഗേറ്റ് തുറക്കൂല, നിങ്ങൾ പെക്കോ, നിങ്ങൾ ആരെങ്കിലും പോയി കാണുക. കാരണം എന്താണെന്നറിയോ, ഈ കിഡ്നി രോഗികൾക്ക് വേണ്ടി പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായി. എത്ര കിഡ്നി രോഗികൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തു. നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ, കൊള്ളക്കെതിരെ വാതുറക്കണം. നിന്റെയൊക്കെ കയ്യിൽ നിന്ന് 3 ലക്ഷമാണോ ചെലവായത്, അതോ അതിൽ കൂടുതലാണോ നിന്റെ കയ്യിൽ നിന്ന് ചെലവായത് എന്ന് ഈ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ഒരു ഇതില്ലാത്ത കുറെ കിഡ്നി രോഗികള് നിനക്കൊക്കെ വേണ്ടി സംസാരിച്ചിട്ട് ഞാൻ ഇന്ന് എന്താ പറയാ, മറ്റുള്ളവന്റെ മുന്നിലൊക്കെ വളരെ മോശക്കാരനാകേണ്ട ഒരു സാഹചര്യം. മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന അനുഭവങ്ങളാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ കിഡ്നി രോഗികളില്ലേ? നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് കിഡ്നി രോഗികളില്ലേ? പോയി ചോദിക്കണം അവർക്കൊക്കെ എത്ര രൂപയാണ് ചെലവായതെന്ന്. എന്നിട്ട് അത് ഈ സമൂഹത്തോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ വേറെ വല്ല പണിക്കോണം ചങ്ങായിമാരങ്ങളൊക്കെ. കുറെ പൊതുപ്രവർത്തകര്, കുറെ ചാരിറ്റിക്കാര് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവന്റെ കാലും ചോട്ട് പോയിരുന്നിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന കുറെ സാധനങ്ങൾ. ഇതുപോലുള്ളവന്റെ കരച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാണോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ആളുകളുടെ കരച്ചില് കാണോ? ഒരു മകന് വേണ്ടിയിട്ടാ ഇവിടെ ഇരുന്ന് കരയണത്. അച്ഛനില്ലാത്ത ഒരു മകന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് കരയാണ്. ആ മകൻ പോയാല് ഞാൻ എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞൊരു അമ്മ ഇരുന്ന് കരയാ. ആരെങ്കിലും ഉണ്ടോ? 10 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട്. അവര് പറയുന്നു 15 ലക്ഷം രൂപ ഇല്ലാതെ ആശുപത്രിക്ക് പോകാൻ കഴിയില്ല. എസ്റ്റിമേറ്റ് തന്നത് 9 ലക്ഷമാണ്. ഇവിടെ ഉണ്ടല്ലോ എസ്റ്റിമേറ്റ്. എന്നാ കണ്ടോ നിങ്ങള്? എസ്റ്റിമേറ്റ് 9 ലക്ഷം രൂപ. എവിടെയാ അവിടെ 2.25-നും 3 ലക്ഷം രൂപയ്ക്കും വിപ്ലവം എവിടെയാണാവോ നടക്കുന്നത്? 9 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന്. ആര് ചോദ്യം ചെയ്യും? ആര് മറുപടി പറയും? 9 ലക്ഷം കൊണ്ട് പോയിട്ട് കാര്യമില്ല. പറയണത് അനുഭവസ്ഥനാ. എന്റെ വാപ്പൊക്കെ, എന്റെ ഉമ്മൊക്കെ, എന്റെ മക്കൾക്കൊന്നും അല്ല അത് ചെയ്യണത് കേട്ടോ. അനുഭവസ്ഥരാ എന്റെ മുന്നിലിരിക്കണത്. 9 ലക്ഷം കൊണ്ട് പോയിട്ട് കാര്യമില്ല ഫിറോസ്ക. ചുരുങ്ങിയത് 15 ലക്ഷം ആയിട്ടെങ്കിലേ ആശുപത്രിയിൽ പോകണം, എന്നാലും എന്റെ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് അവര് പറയാണ്. ഇനി അതല്ല 9 ലക്ഷത്തിന് നടക്കും എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ അമ്മ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട് ഇപ്പോ? 10 ഉണ്ട്. ആ വരുന്ന ആളുടെ കയ്യിൽ ആ 10 ലക്ഷം എടുത്ത് കൊടുക്കുവോ? ഈ അമ്മ 10 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലുണ്ട്. 10 ലക്ഷം രൂപ കയ്യിൽ തരും. അത് വാങ്ങിച്ച് ആ അമ്മയെ, ആ മകനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി കൊണ്ടു കൊടുക്കാൻ ആർജവുള്ള ആരെങ്കിലും ഈ ചാനലിന്റെയോ ലൈവിന്റെയോ മുന്നിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ ആളാവാൻ വേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ